എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണിയും രൂപയും കൂടെ രാഹുലിനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാഹുലിനോട് രൂപ കാര്യങ്ങളൊക്കെ പറയുന്നേ, നിങ്ങളിങ്ങനെ തളർന്ന് കിടക്കുവാണെങ്കിലും നിങ്ങൾ ക്രൂരതകൾ ചെയ്തുകൊണ്ടിരിക്കുവല്ലേ, എന്റെ ചന്ദ്രേട്ടനെ കൊല്ലാനായിട്ട് നിങ്ങൾ ആളെ അയച്ചല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, ഇതേ രൂപ വെറുതെ അനാവശ്യം പറയില്ലെന്ന് പറയണം. അനാവശ്യമല്ല, ഉള്ളത് തന്നെയാടോ. തന്നെ കൊല്ലണം ഞാൻ പലവട്ടം ഞാൻ വിചാരിച്ച, സ്വന്തം ചോരയാണുള്ളത് കരുതി വെറുതെ വിട്ട, പക്ഷെ ഇനി അതുണ്ടാവത്തില്ല. എന്റെ കയ്യിൽ നിന്ന് ആ ഫേവർ താൻ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുന്ന, താൻ ഒന്നും ചെയ്തില്ലല്ലേ. എന്റെ മോനെ ആ വിധം കിടത്തി, പിന്നീട് ഇപ്പൊ എന്റെ ഭർത്താവിനെ ഞാൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അറിയാലോ, എന്റെ നല്ല കാലം, എന്റെ നല്ല ജീവിതം എല്ലാം നശിപ്പിച്ചവനാ ഞാൻ. പക്ഷെ അത് ഞാൻ തിരിച്ചറിയാതെ പോയി. തന്റെ ദുഷ്ടത്തരം കാരണം എന്റെ ജീവിതം നശിച്ചു പോയതാ. പക്ഷേങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ചന്ദ്രനെതിരെ നിന്റെ കൈ എങ്ങാനും പൊങ്ങിയിട്ടുണ്ടെങ്കിൽ, നിന്റെ നാവ് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല. ഈ രൂപ ആരാന്ന് ഞാൻ കാണിച്ചു തരും. ജയിലിൽ പോയി കടന്നാലും കുഴപ്പമില്ല, നിന്നെ കൊന്നിട്ടാളും ഞാൻ പോകും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം തന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയാം. നിനക്ക് ഏറെ പ്രിയപ്പെട്ട നിന്റെ മോളും നിന്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാത്തിനും ഞാൻ കൊന്നുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടോണ്ടാണ് ശാരി അങ്ങോട്ടേക്ക് വരുന്നത്. ശാരി വന്നിട്ട് ചോദിച്ചു, എന്താ രൂപേ, എന്തൊക്കെയാ നീ പറയണെന്ന് ചോദിക്കാം. പറയണ എന്താന്ന് മനസ്സിലായില്ലേ. ഭർത്താവിനെ പറഞ്ഞു തിരുത്താൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾക്കിട്ടായിരിക്കും ഇനി അടി കിട്ടാനായിട്ട് പോണേന്ന് പറയണം. ഭർത്താവ് ചെയ്യുന്ന ക്രൂരതകൾക്ക് ഓരോ ദിവസം എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, നിനക്ക് എന്താ രൂപ ഭ്രാന്തളകിയെന്ന് ചോദിക്കുക. അതെ, ഭ്രാന്തളകിയത് കാണുന്നില്ലേ, ഇനി ഞാൻ ശരിക്കും ഇളക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അല്ലേ തന്നിട്ടുള്ളൂ, ബാക്കി ഇനി ഞാൻ തരാനായിട്ട് പോവാ. മര്യാദയ്ക്ക് ഇരുന്നില്ലേ ഉണ്ടല്ലോ, ഇനി ഒരു വരവും കൂടെ ഞാൻ വരും. പക്ഷെ അന്ന് നിങ്ങളുടെ ജീവൻ എടുത്തോണ്ടേ ഞാൻ പോകുള്ളൂ, നിങ്ങളുടെ കാലിലായിട്ടായിരിക്കും ഞാൻ വരണേ എന്നൊക്കെ പറയണം. കല്യാണി പറഞ്ഞു, നാണമില്ലയോടോ തനിക്ക്, ഇത്രയൊക്കെ കിട്ടിയിട്ടും പോരേന്ന് ചോദിക്കണം. പിന്നീട് പറഞ്ഞു, അനങ്ങാൻ വരാതെ കിടക്കുക, എന്നാലും ദുഷ്ടത്തരത്തിനൊരു കുറവില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ പറഞ്ഞു, നീ എന്നാടി എന്നെ പഠിപ്പിക്കാൻ വരുവാണോ? എനിക്ക് അനങ്ങാൻ വല്ലതും പഠിച്ചോണ്ട നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വല്ലെന്ന് പറയണം. ഇതോടെ കല്യാണിക്ക് ദേഷ്യം വന്നു. കല്യാണി എന്നിട്ട് കഴുത്തി അരിച്ചുകൊണ്ട് കൊല്ലാൻ തുടങ്ങണം. നിന്നെ ഈ കിടന്ന കിടപ്പിനെ കൂടെ തീർത്താണ്ടല്ലോ, ആരും എന്നോട് ഒന്നും ചോദിക്കാൻ വരത്തില്ല, നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ആ കഴുത്ത് പിടിച്ച് രണ്ട് ഞെരിക്കലൊക്കെ അവിടെ ഞെരിക്കുകയാണ്. പെട്ടെന്ന് രൂപ വന്നിട്ട്, വേണ്ട മോളെ വേണ്ട, അവന് കുറച്ച് ആയുസം കൊണ്ട് നീട്ടി കൊടുത്താലേ അവൻ ഇനി അനുഭവിക്കാനുണ്ട്, അവനിനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ. ഇപ്പൊ ഈ കിടന്ന കിടപ്പല്ലേ, ഇനി ഇവൻ അനുഭവിക്കാൻ പോകും. നല്ലതെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ സരി വന്നിട്ട് പറഞ്ഞു, എന്തൊക്കെ അച്ഛൻ കേൾക്കണേന്ന് ചോദിക്കണം. ശരിക്കും പറഞ്ഞാല് അച്ഛൻ കിടന്നുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചാണ് ആരെക്കൊണ്ടേലും. ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ മോളെ, അതിന് ആരും ഉത്തരവാദി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കണം. രണ്ടിനും എന്താളും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ. കാരണം ഭർത്താവ് മോനെ ഒരേ കിടപ്പ് കിടക്കുന്നുണ്ടപ്പോ സഹിക്കുന്നില്ല, അതിന്റെ ആ ഒരു ഇതാന്ന് പറയണം. ശാരി പറയാൻ സൂക്ഷിക്കണം, ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രൂപ വെറുതെ ഇരിക്കില്ല. നിങ്ങൾ ഇവിടെ കിടന്ന കിടപ്പാന്ന് പറയും, പക്ഷെ ഞങ്ങൾ എഴുന്നേറ്റ് നടക്കണേ. എനിക്കും എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാരി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് വിക്രത്തിനെ കാണാനായിട്ട് ഗംഗാപ്രസാദ് വരുവാണ്. പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു, എടാ എനിക്ക് ആ കിരണിനെ കാണാനായിട്ട് പോണമെന്ന് പറയണം. കിരണിനെ കാണാൻ പോകാനായിട്ടോ, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിക്കാം. പിന്നെ പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, സംശയങ്ങളൊക്കെ തോന്നൂലേ, അവിടെ നടക്കുന്ന എന്താണെന്നറിയണം. ആ കിരണ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയെന്നൊക്കെ അറിയണ്ടേ. നമ്മൾ വീട്ടിൽ കയറി കഥ അടച്ചിരുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നേ. കാർത്തികയുടെ കയ്യിൽ നിന്ന് സ്വത്തും പടമൊക്കെ അഴിച്ചു മാറ്റണമെങ്കിൽ കുറച്ച് താമസം പിടിക്കും. പക്ഷെ അതിനു മുമ്പ് ചില പ്രവൃത്തികളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. ആ കിരൺ ഒരു കാരണവശാലും എഴുന്നേറ്റ് കിടക്കാൻ പാടില്ല. അവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ പദ്ധതികളും പ്ലാനുകളൊക്കെ പൊളിയും. അപ്പൊ അവന്റെ നീക്കങ്ങൾ എന്താണെന്നെല്ലാം കൃത്യമായിട്ട് അറിയണം. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയാൽ മതിയാവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞ്, സൂക്ഷിച്ചു വേണം പോകാനായിട്ട്. ഒരുപക്ഷെ നിന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, പോവുക തന്നെ വേണം. ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. തളർന്നു കിടക്കുന്ന അവനെന്നെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാം. പക്ഷെ സൂക്ഷിക്കണം, കല്യാണി എന്ന് പറയുന്നവള് അവളത്ര നിസ്സാരക്കാരിയൊന്നുമില്ല, കാഞ്ഞ ബുദ്ധി അവൾക്ക്. ഓരോന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അവളെ കഴിഞ്ഞിട്ടുള്ളെന്ന് പറയാം. എന്റെ അടുത്ത് ഈ ഗംഗാപ്രസാദിന്റെ അടുത്താണ് അവളുടെ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല വിക്രം, നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം. ആ സമയത്ത് കാർത്തിക കല്യാണിയെ കിരണിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് ദീപ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പിന്നീട് ദീപ കാര്യങ്ങളൊക്കെ പറയാണ്, ചന്ദ്രസേന നേരെ നടന്ന ആക്രമണത്തെക്കുറിച്ചും വിക്രത്തിന്റെ കൂടെ അയാളെ കണ്ടതൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം.
ജെറി ജോണിനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാര്യം ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ അവന്റെ കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഗംഗാപ്രസാദ് ആയിരിക്കും, ശരിക്കും ജെറി ജോൺ ആയിരിക്കില്ല. പിന്നീട് ദീപയോട് പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണോ ആന്റി, ഇത് അവനായിരിക്കും, ഗംഗാപ്രസാദ് ജെറി ജോൺ എന്നുള്ള കള്ളപ്പേര് വന്നതായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടതും ദീപ പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഒരു പക്ഷേങ്കിൽ അപായപ്പെടുത്താനായിരിക്കും അവന്റെ ശ്രമം എന്ന് പറയണം. ഇത് കേട്ടത് താര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും വെറുതെ വിടില്ല അവനെ, അവനെ നമുക്ക് കൈയോടെ പിടികൂടണമെന്ന് പറയണം. ദീ പറഞ്ഞു, അവൻ എന്താളും ഇങ്ങോട്ട് വരാതിരിക്കില്ല, അവൻ വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയണം, ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം. പിന്നീട് കാർത്തിക പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല അവന്, ഗംഗാപ്രസാദ് എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാല് കിരണിനെ ആക്രമിച്ചിരിക്കുന്ന ഗംഗാപ്രസാദിന്റെ ആൾക്കാരായിരിക്കും, അല്ലാതെ രാഹുലിന്റെ ആൾക്കാരാൻ വഴിയില്ല. അവനത് ചെയ്തിട്ട് അവനിവിടെ കയറി പറ്റാനായിട്ട് തന്ത്രം അണിഞ്ഞിരിക്കുന്നതാന്ന് തോന്നേ, അവനതല്ല അതിലപ്പുറത്തെ പണിയും ചെയ്യുന്നവനാന്ന് പറയാണ്. എല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ ദീപയ്ക്കും അങ്ങനെ സംശയങ്ങളൊക്കെ തോന്നുവാണ്. പിന്നീട് കാർത്തിക് പോവുകയാണ്. കാർത്തിക് പോയി കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ കല്യാണി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപ കാര്യങ്ങളൊക്കെ പറയണം. കാർത്തിക് വന്നും പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, പേടിക്കാൻ വേണ്ട, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ്. പിന്നീട് നേരെ കിരണിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. കിരണിന്റെ അടുത്ത് രാഹുലിന്റെ അടുത്ത് പോയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, സൂക്ഷിക്കണം കല്യാണി, അങ്ങനെയാണെങ്കിൽ അവനെ ഗംഗാപ്രസാദ് ആണെങ്കിൽ അവനെ വെറുതെ വിടല്, ഇപ്പൊ ഞാൻ തളർന്നു കിടക്കുവാന്ന് കരുതിയിട്ടാണ് അവന് എന്നെ ആക്രമിക്കാതെ, ഒരു പക്ഷെ ഞാൻ എഴുന്നേറ്റിരിക്കുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ വിടത്തില്ല. കല്യാണി പറഞ്ഞു, കിരണേട്ടൻ മനഃപൂർവ്വം അവനെ അറ്റാക്ക് ചെയ്തായിരിക്കും ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കയറി പറ്റാനായിട്ട്. അപ്പൊ ഇനി അവന് എന്തെങ്കിലും തന്ത്രമായിട്ട് വരും, അവൻ അധിക സമയം മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ആദ്യം നമുക്ക് ആ സത്യം തിരിച്ചറിയണം, ജെറി ജോണും ഗംഗാപ്രസാദും ഒന്നാണോ എന്നുള്ള സത്യം. അവൻ ഇനി വരുവാണെങ്കിൽ അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയണം. അങ്ങനെ കല്യാണി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ഗംഗാപ്രസാദ് വരുവാണ്. ഗംഗാപ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദീപ എന്നിട്ട് പറഞ്ഞു, ദേ മോളെ അവൻ വരുന്നുണ്ടെന്ന് പറയണം. പെട്ടെന്ന് കിരൺ പതിവ് പോലെ തന്നെ അവിടെ കിടന്നു കഴിഞ്ഞിട്ട് കല്യാണി എന്ത് ചെയ്യണം, ജ്യൂസ് ഒക്കെ ഇച്ചിരി കോരി കൊടുക്കുന്ന പാകത്തിന് അങ്ങനെ കിരണിന് ജ്യൂസൊക്കെ കോരി കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴേക്കും ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് കല്യാണിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് വിശേഷം കല്യാണി, സുഖമൊക്കെ ആണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, എന്ത് കിടക്കുന്ന കണ്ടില്ലെന്ന് ചോദിക്കുക. അല്ല കിരണിന് ഒരു മാറ്റം ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണ്. കല്യാണി പറഞ്ഞു, എന്ത് മാറ്റം, പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ല ചെറിച്ചേട്ടാ, അതുപോലെ തന്നെ കിടക്കുമെന്ന് പറയണം. എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ജെറി ഒന്നുപോലെ എത്താൻ പറ്റി ചോദിച്ചു, അല്ല ഇത് ആരാ ചേച്ചേ, എങ്ങനെയാന്ന് വല്ല വിവരവും കിട്ടിയെന്ന് ചോദിക്കും. ഇതാ രാഹുലിന്റെ പണിയായിരിക്കും, അയാൾ ചേച്ചിയായിരിക്കും, അതിനുള്ള കൂലി അയാൾക്ക് എന്തായാലും കിട്ടിയല്ലോ, അയാൾ ആ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ എന്ന് പറയാം. അത് മാത്രമല്ല വീട്ടിൽ കയറി അച്ഛനെ ആരും ആക്രമിച്ചിട്ടുണ്ടെന്ന് പറയണം. ആക്രമിച്ചോ, അതേന്നെ CCTV ദൃശ്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് അയാൾ ചെയ്തിരിക്കുന്നേ, അധികം വൈകാതെ എന്താണെങ്കിലും അയാൾ പിടികൂടുന്നൊക്കെ പറയണം. കേട്ടപ്പം ചെറിയ ജോൺ പറഞ്ഞു, എന്റെ സഹായം എന്തെങ്കിലും വേണേ പറഞ്ഞാൽ മതി, കല്യാണം ഒരു തൽക്കാലത്തേക്കൊന്നും വേണ്ട, അച്ഛനെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളെന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഗംഗാപ്രസാദിന്റെ മുഖം മാറുന്നു കണ്ടു. പെട്ടെന്ന് കല്യാണിക്ക് ഒരു ഐഡിയ തോന്നി. കല്യാണി പെട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറുവാണ്. അതിനുശേഷം ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യണം, അവന്റെ ഫോട്ടോ എണ്ണം എടുക്കാൻ തുടങ്ങുകയാണ്. കാരണം ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഗംഗാപ്രസാദ് ആണോ ജെറി ജോൺ ആണെന്ന്. കാർത്തികനെ കാണിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ പിടിക്കുന്ന പെട്ടെന്ന് ജെറി കണ്ടു. ജെറിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജെറിക്ക് സംശയം തോന്നി. കാരണം ഇവള് തനിക്കിട്ട് പണി തരുന്നതാണോ എന്നൊരു ചിന്ത ജെറിയുടെ മനസ്സിലേക്ക് വരുവാണ്. കല്യാണി ആ സ്പോട്ടിൽ തന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ. കാരണം കല്യാണിക്കറിയാം ഇവനാണെങ്കിൽ രണ്ടും ഒന്നാണെന്ന് ഇപ്പൊ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇത് കാർത്തിക് ഒന്ന് കൊടുത്താൽ മാത്രം മതിയെന്ന്. അങ്ങനെ അവസാനം ജെറി ജോൺ പിടിക്കപ്പെടുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന